വിശുദ്ധ റമദാൻ അത് കടന്നുപോയി. ആ റമദാനിൽ നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. മനുഷ്യനെ സദാ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ആദം സന്തതികളെ മുഴുവൻ ഞാൻ നരകത്തിൽ കൊണ്ടെന്നെത്തിക്കുമെന്ന് ശപഥം ചെയ്ത പിശാച് അവൻ സഞ്ചരിക്കുന്ന സകല വഴികളിലും പതിയിരുന്നു കൊണ്ട് നരകത്തിലെത്തിക്കാനുള്ള നിരന്തര പരിശ്രമമാണ് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പിശാചിനെയാണ് നിങ്ങൾ ശത്രുവായി കാണേണ്ടത്, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിശാചുക്കളെ ചെങ്ങലക്കെട്ട് നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടച്ച് സ്വർഗത്തിൻ്റെ വാതിലുകൾ മലക്കെ തുറന്നിട്ടുകൊണ്ട് സകല നന്മകളിലേക്കും മനുഷ്യന് പ്രചോദനം നൽകിക്കൊണ്ട് ഒരു റമദാൻ കടന്നുപോയി. ഒരാളുടെ മാറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന, ഒരാളുടെ നന്മക്ക് തടസ്സമായി നിൽക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു റമദാനിൽ ടെമ്പററിയായി സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അല്ലെ? പിശാചുക്കളെ ബന്ധിച്ചു. എന്നിട്ടും നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമുക്കും സ്വർഗത്തിനുമിടയിൽ യാതൊരു തടസ്സവുമില്ലാത്ത നല്ല നാളുകൾ കടന്നുപോയി. വായിച്ചോക്കി, നമ്മളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മുഴുവൻ അള്ളാഹു നീക്കം ചെയ്ത് നമ്മളും സ്വർഗവും മുഖാമുഖം നിൽക്കുന്ന ഒരു നല്ല കാലഘട്ടം കടന്നുപോയി. എന്തുകൊണ്ട് നമുക്ക് മാറാൻ സാധിച്ചില്ല? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. മുഴുവൻ തടസ്സങ്ങളും മാറ്റിയിട്ടും നമുക്ക് മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ തടസ്സം ആരാണ്? തടസ്സം നമ്മൾ തന്നെയാണ്. നമ്മൾ മാറാൻ ശ്രമിക്കാത്തതാണ് കാരണം. റമദാനായി എന്നതുകൊണ്ട് ആരെയും അള്ളാഹു മാറ്റുകയില്ല. സ്വന്തം മാറാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റുകയില്ല എന്നാണ്. സ്വർഗവും നരകവും സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സ്വർഗം നരകവും സന്ദർശിച്ചു വരാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. സുനൻ അബൂദാവൂദിലും തിർമുദിയിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, മുഹദ്ദിസുകളെല്ലാം സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കണം. ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത ഖാല ലിജിബ്രീൽ, അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീലിനോട് പറയണം, ഇദ്ഹബ് ഫൻളുർ ഇലൈഹ, എന്ന് പോയോക്ക്, അവിടെ നോക്കിയിട്ടൊന്ന് വാ. ഫദഹബ ഫനളറ ഇലൈഹ സുമ്മ ജാഅ ഫഖാല, ജിബ്രീൽ പോയി സ്വർഗ്ഗക്കൊന്ന് സന്ദർശിച്ചൊന്ന് കണ്ടു, ഒക്കെ പരിശോധിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഐ റബ്ബ് വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദൻ ഇല്ലാ ദഖലഹ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം റബ്ബേ, ആ സ്വർഗത്തെ പറ്റി കേട്ടറിഞ്ഞ ഏതൊരാളും അതിലെത്താതിരിക്കുകയില്ല എന്നാണ്. അതിലെത്താതിരിക്കില്ല. അതിൻ്റെ ലക്ഷറിയും അതിൻ്റെ സുഖസൗകര്യങ്ങളും അതിലെ ആഡംബരങ്ങളും അതിലെ അനുഗ്രഹങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കിയ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ വാക്കന്തരങ്ങൾ അത് കാണുന്നല്ല പറഞ്ഞത്, കേട്ടറിഞ്ഞ ഒരാൾ പോലും അതിലെത്താതിരിക്കൂല എന്നാണ്. അപ്പൊ അല്ലാഹു എന്താ ചെയ്ത കാര്യങ്ങൾ? ഫഹഫഹാ ബിൽ മക്കാരിഹ്, മക്കാരിഹായ ചില കാര്യങ്ങൾ കൊണ്ട്, ചെയ്യാൻ ഇടങ്ങേറുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് സ്വർഗത്തെ പൊതിഞ്ഞു എന്നാണ്. സ്വർഗം കുറച്ച് എക്സ്പെൻസീവാണ്, അങ്ങനെ കയറി കൂടാൻ പറ്റൂല, കുറച്ച് മെനക്കെടണം. അതുകൊണ്ട് ചെയ്യാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സ്വർഗത്തെ ആവരണം ചെയ്തു എന്നാണ്. സുമ്മ ഖാല ഇദ്ഹബ് ഫൻളുർ, ജിബ്രീലിനോട് ഒന്നുകൂടി പോയി നോക്ക്, ഒന്നുകൂടി ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ പോയിട്ട് വന്നിട്ട് അദ്ദേഹം ചെന്നു, നോക്കി, കണ്ടു, മനസ്സിലാക്കിയിട്ട് സുമ്മ ജാഅ ഫഖാല ഐ റബ്ബ് വഇസ്സതിക ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദുൻ എന്നാ പറഞ്ഞത്. നിന്റെ പ്രതാപം തന്നെയാണ് സത്യം റബ്ബേ, ഒരാൾ പോലും അതിലെത്തുന്നു ഞാൻ തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഇപ്പം ചെയ്യാൻ പ്രയാസമുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സുബൈക്ക് നേരത്തെ നീക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, തൻ്റെ സമ്പത്തുനിന്ന് സ്വതഖയായും സകാത്തായിട്ടും നല്ല ഇടങ്ങേറുണ്ടാവും, കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചെയ്യാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ പ്രയാസമുള്ള കാര്യമാണ്, അത്ര ഈസി അല്ലതൊന്നും. അപ്പം അങ്ങനത്തെ പ്രയാസമുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സ്വർഗത്തെ പൊതിഞ്ഞു എന്നാണ്.
അപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, ആ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കാരണം സ്വർഗമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. അത് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ഹോട്ടലിൽ പോയി 2 ദിവസം നല്ലൊരു സ്ഥലത്ത് പോയി നല്ല റൂം കിട്ടണമെങ്കിൽ, സൗകര്യങ്ങളുള്ള റിസോർട്ട് കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. ചില ആൾക്കാർ പറയും 500 റുപ്യേൻ്റെ ഒക്കെ കിട്ടാണ്ട് അറിയും. ആകെ അങ്ങനെ തന്നെ അതിലെ ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലക്ഷറിക്ക് കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ തന്നെ അത് കിട്ടുള്ളൂ. അപ്പോൾ ആ മെനക്കെടാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ സഹോദരങ്ങളെ, സ്വർഗം എന്നത് സാധ്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു സാധനം അങ്ങനെയാണ്. എന്നിട്ടോ ഫലമ്മാ ഖലഖല്ലാഹു നാറ, എന്നിട്ട് അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിൽ കൊത്തിയിടണം. ഏതൊരു സ്വർഗമാണോ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സ്വർഗത്തിനുള്ള തടസ്സം, ആ സ്വർഗം നമുക്കുണ്ടാക്കി വെക്കും. നമ്മളും സ്വർഗവും തമ്മിലുള്ള തടസ്സം എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലേ, പിശാചാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ആ പിശാചിനെ ലോക്ക് ചെയ്തു. അല്ലേ, ആ നരകത്തെ സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറന്നിട്ടിട്ടും ആ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു തടസ്സമുണ്ട്. ആ തടസ്സം നമ്മൾ തിരിച്ചറിയണം. അതെന്താണ്? ഇതന്നെയാണ്. കുറച്ചൊരു മെനക്കെടുണ്ടാവും അതിക്കെത്താൻ. അപ്പോൾ നമ്മളതിന് മാനസികമായി അതിന് തയ്യാറാകേണ്ടതുണ്ട്. നരകത്തെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറയാണ് ജിബ്രീലിനോട്, ഇത് ഫൻദുർ ഇലൈഹ, ഇതേപോലെ ഒന്ന് പറയണേ, നരകം ഒന്ന് പോയി നോക്ക്, ഒന്ന് കണ്ടുകിടുവാ. അങ്ങനെ പോയി കണ്ടു. സുമ്മ ജാഅ ഫഖാല ഐ റബ്ബ് വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലുഹാ. ഇത് കേട്ടറിഞ്ഞ ഒരാളും അതിൽ എത്തൂല എന്നാണ്. കാരണം അത്രയും പ്രയാസകരമായ ഒരു നരകമാണ്, അത്രയും എടങ്ങേറിൻ്റെ കൊടിയാണ്. അതിലൊരാളും എത്തൂലെന്ന്, കേട്ടറിഞ്ഞ ഒരാളും അതിലെത്തൂല എൻ്റെ റബ്ബ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു എന്ത് ചെയ്ത ഷഹവാത്തുകൾ കൊണ്ട് നരകത്തെ അങ്ങോട്ട് പൊതിഞ്ഞു. ദേഹേച്ഛകൾ കൊണ്ട്, മനുഷ്യൻ്റെ മനസ്സ് പ്രേരിപ്പിക്കുന്ന അല്ലേ ആ തെറ്റുകൾ കൊണ്ട് എന്ത് ചെയ്യാണ്, ഷഹവാത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട് അതിനങ്ങട്ട് അള്ളാഹു നരകത്തെ അങ്ങോട്ട് പൊതിഞ്ഞു എന്നാണ്. എന്നിട്ട് ജിബ്രീലിനോട് ഒന്നുകൂടി ഫദ്ഹബ് ഫൻദുർ, ഒന്നുകൂടി പോയി നോക്കുക. അങ്ങനെ പോയിട്ട് ജിബ്രീൽ വന്നിട്ട് പറയണം, സുമ്മ ജാഅ ഫഖാല ഐ റബ്ബ് വഇസ്സതി ലഖദ് ഖശീതു അല്ലാ യജൂ മിൻ അഹദൻ ഇല്ലാ ദഖലഹ. ഒരാളുമായി ഇന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണ്? തെറ്റാണ്. നമ്മളോട് പ്രേരിപ്പിക്കുന്ന, നമ്മൾ വിചാരിച്ചു വലുതല്ലല്ലോ, ചെറുതല്ലേ അല്ലേ, എന്താ ഇപ്പം പ്രശ്നം, അവിടെ കുറച്ചേരം ഇരുന്നാപ്പം എന്താ പ്രശ്നം, അത് കേട്ടാപ്പം എന്താ പ്രശ്നം, അങ്ങനെ ഒന്ന് പറഞ്ഞാപ്പം എന്താ പ്രശ്നം, അതൊക്കെ ഇപ്പം ചെറുതല്ലേ, ഇതൊന്നും വൻപാപല്ലല്ലോ, ഇതിപ്പോൾ ശിർക്കല്ലല്ലോ, തൗബ ചെയ്താൽ പുറത്തു തരൂലേ. സഹോദരങ്ങളെ, അങ്ങനെ തന്നെയാണ് തീപ്പെടുക. ഇത് വലിയൊരു തെറ്റിക്ക് നേരെ ഒരാളും നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കില്ല. ഇവിടെ ഇരിക്കണ ആരെങ്കിലും സഹോദരങ്ങളെ നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കണ്ടോ? നരകത്തിന് വേണ്ടി എന്തെങ്കിലും പണി അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കണ്ടോ? ഇല്ലല്ലോ. ചെയ്യുമ്പോൾ പോലും നമ്മൾ വിചാരിക്കണം എന്താ പടച്ചോൻ പുറത്തു വെച്ചിട്ടാണ് ചെയ്യുന്നത്, അത് നമ്മൾ അതിനേക്കാൾ നന്മ ചെയ്യേണ്ടതെന്ന് വിചാരിക്കണം. സഹോദരങ്ങളെ, ഒരാളും അങ്ങനെ നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടോ അത് പ്ലാൻ ചെയ്തിട്ടോ അല്ല നരകത്തിലെത്തുന്നത്. അതിലെത്തിപ്പെടുമെന്നുള്ളതാണ്. അതിലെത്തിപ്പെടും. എന്തുകൊണ്ട്? അങ്ങനെയാണ്, ഷഹവാത്തുകൾ കൊണ്ടാണ് നരകത്തെ പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൈമിഷികമായ സുഖങ്ങൾ അല്ലേ, കുറച്ച് നേരത്തേക്ക് ഒരു സുഖം കിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, മരണം വരെയും മരണത്തിന് ശേഷം കാലാകാലവും നരകത്തിൽ എത്താൻ മാത്രം. കാരണം ഒരു പാപം മറ്റൊരു പാപത്തിലേക്കാണ് വാതിൽ തുറക്കുക, ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്കുള്ള വാതിലാണ് തുറക്കുക. ഒരു നന്മ മറ്റൊരു നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നത് പോലെ ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് പാപങ്ങളെക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് പാപങ്ങളുടെ അനന്തരഫലത്തെയാണ്. അല്ലേ, ഒരു തെറ്റ്, ഒരു മോഷണം ചെയ്തു, അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് ചെയ്തു, ആ തെറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ തെറ്റ് ഒളിച്ചെക്കാൻ വേണ്ടി ചിഹ്നം എന്ത് ചെയ്യേണ്ടി വരും? അല്ല, ചില ആളുകളിൽ എന്തെങ്കിലും വ്യഭിചരിക്കും, പിന്നെ ആ വ്യഭിചാരം ഒളിച്ചെക്കാൻ വേണ്ടി ചിലപ്പോൾ കൊലപാതകത്തിലെത്തും. കാരണം അത് അറിഞ്ഞാൽ പുറത്തറിഞ്ഞാൽ നാണക്കേടല്ലേ, അപ്പോൾ കൊല്ലേണ്ടി വരികയാണ്. അപ്പോൾ ഒരു തെറ്റ്, ആ തെറ്റിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ആ തെറ്റുകൊണ്ട് അള്ളാഹു നമുക്ക് വരുത്തി വെക്കുന്ന അനന്തരഫലങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും. അത് നമുക്കറിയില്ലല്ലോ. അപ്പം അതിനേക്കാൾ ഗൗരവമുള്ളതായിരിക്കും സഹോദരങ്ങൾ. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ചെറിയ കോംപ്രമൈസ് പോലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഒരു ചെറിയ കോംപ്രമൈസ് പോലും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. എന്താ, അപ്പോൾ ചെറുതല്ലേ, ആ ചെറുത് ചെയ്താൽ സഹോദരങ്ങളെ അത് പിന്നെ ചെറുതല്ലാതെ നമുക്കൊരു ഗൗരവം നഷ്ടപ്പെടും, തിന്മയുടെ ഗൗരവം നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വലുത് ചെയ്യാൻ്റെയും വലുത് ചെയ്യൽ കുറച്ചും കൂടിയും എന്ത് ചെയ്യും, ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നല്ലോണം ഭയപ്പെടണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നമ്മൾ കുറച്ച് നല്ല ക്ഷമയുള്ള. എന്തുകൊണ്ടാണ്? സ്വർഗത്തെ മക്കാരിയായ കാര്യങ്ങൾ, നല്ല ക്ഷമ വേണ്ട കാര്യങ്ങൾ, നല്ല അച്ചടക്കം വേണ്ട കാര്യങ്ങൾ, നല്ല ത്യാഗം വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് സ്വർഗത്തെ പൊതിഞ്ഞത്. അല്ലേ, നമസ്കാരം 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മെനക്കെടുള്ള കാര്യമാണ്. ളുഹറിൻ്റെ മുമ്പ് ഒന്നുണ്ടാക്കി കാണ്ട് ളുഹറിൻ്റെ അവസാനം ളുഹറും
തുടക്കത്തിൽ അസർ നിസ്കരിച്ചാൽ അത്ര ഈസി അല്ല. ഓരോ വക്തും ജമാഅത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചാണ് കുറച്ച് മെനക്കെടുണ്ട്. 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാറുള്ളത് അത് ചിലപ്പം എന്ത് ചെയ്യും, അത് കുറച്ച് മെനക്കെട്ട് അത് നമ്മൾ അജണ്ട ആക്കി നടന്നാൽ തന്നെ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നിർവഹിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നല്ല കണിശത വെച്ച് പുലർത്തിയാൽ സഹോദരങ്ങളെ ആ ഒരു സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. അതേപോലെ തന്നെ നരകം എന്നുള്ളത് നമ്മൾ ഒരു തരത്തിലും ചെറിയ തെറ്റ്, ചെറുതല്ല എന്താ പ്രശ്നം, ഇതൊക്കെ ഇപ്പോൾ നോക്കേണ്ടതുണ്ടോ എന്ന് ആളുകൾ നിസ്സാരമായി, പാപങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കാരണം പാപങ്ങൾ ചെറുതാണെങ്കിലും പാപങ്ങളിലെ നിലപാടുകൾ ഗൗരവമുള്ളതാണ്. അള്ളയും റസൂലും പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലേ, അത് ആ പ്രവർത്തിക്കുക എന്നുള്ളൊരു നിലപാടുണ്ട്, അത് കുറച്ചും കൂടി ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതാണ് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, പാപങ്ങൾ നിസ്സാരമായി കാണരുത്. കാരണം അത് പാപത്തിൻ്റെ ഗൗരവം കുറക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല പള്ളിയൊക്കെ ഫുള്ളായിരുന്നു, എല്ലാവരും നല്ല ഖുർആനൊക്കെ ഓതിയ ഒരാഴ്ച കഴിഞ്ഞു നമ്മളവസ്ഥ, നമ്മൾ പിന്നെ എത്ര ഖുർആൻ ഓതി, നമുക്ക് പിന്നെ എത്ര ജമാഅത്ത് മിസ്സായി സഹോദരങ്ങളെ. നമ്മൾ ആ ഖുർആൻ അടച്ചതിന് ശേഷം പിന്നെ തുറന്നിട്ടില്ലേ അല്ലേ. നമ്മൾ പള്ളിയിൽ മുന്നത്തെ സൊഫിൽ എല്ലാ ജമാഅത്തിലും വന്നിരുന്ന ആളാണെങ്കിൽ നമ്മളിപ്പോൾ ദജ്ജാലിനെ പിടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ദജ്ജാലിനെ പിടിച്ചാൽ അവസാനത്തെ മസീദ് ദജ്ജാൽ കിട്ടിയ ജമാഅത്ത് കിട്ടിയെന്ന പോലെ വിചാരം. ദജ്ജാലിനെ പിടിച്ചതെന്ന് പറയാം, മസീദ് ദജ്ജാൽ കിട്ടിയാൽ നിസ്കാരം കിട്ടിയെന്നാണ്. തയ്യാത്തിൽ അവസാനം മസീദ് ദജ്ജാലിൻ്റെ മുമ്പ് വന്നിരുന്നാൽ ജമാഅത്ത് കിട്ടൂല. തയ്യാത്ത് കിട്ടിയാൽ ജമാഅത്ത് കിട്ടുമോ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഒരു റക്കത്തെങ്കിലും കിട്ടണം എന്നാണ്. അപ്പോൾ ജമാഅത്തിൽ നമ്മൾ മുമ്പിൽ വന്നിരുന്ന ആ സമയം നോമ്പ്, അത് അതേപോലെ സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് ഞാൻ അയച്ചു നോക്കി, എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, സ്വർഗ്ഗമാണ്. അവിടെ മരണമല്ല, കാലാകാലം അൺലിമിറ്റഡ് ലക്ഷറി, കാലാകാലമാണ്. ഇനി അവിടെ മരണമെന്നൊന്നില്ല, അവിടെ അസുഖമല്ല, അവിടെ യാതൊരു പ്രയാസമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചൊന്ന് സംബോധന നമ്മൾ മെനക്കെടാൻ തയ്യാറാകണം. ആ മാറ്റമാണ് ഈ റമദാനിൽ നമ്മൾ നേടിയത്. അത് നിലനിർത്താനാണ് സഹോദരങ്ങളെ അടുത്ത റമദാൻ അല്ലേ, അടുത്ത അടുത്ത ജുമുഅ വരെ. അങ്ങനെ സഹോദരങ്ങൾ, ദീനിൻ്റെ കാര്യങ്ങൾ നമ്മൾ നിഷ്ഠയോടുകൂടി പുലർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹു നല്ലൊരു ആഖിബത്ത് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴി അതാണ് സിറാത്തുൽ മുസ്തഖീം, ഏറ്റവും സ്ട്രെയിറ്റായ വഴി, ഒരു ഇടങ്ങേറുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടത്ത് തിരിഞ്ഞ് വലത്ത് തിരിഞ്ഞ് അവിടുന്ന് രണ്ടാമത്തെ കട്ടിങ്ങിൽ പിന്നെ വലത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ ചില ആൾക്കാർ വഴി പറഞ്ഞു തരും, അങ്ങനെ പോയിട്ട് പിന്നെ ഇടത്തേക്ക് തിരിയരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ചോദിക്കേണ്ടില്ലേ എന്ന് തോന്നി നമുക്ക്. അങ്ങനെയല്ല സ്വർഗത്തേക്കുള്ള വഴി. സിറാത്തുൽ മുസ്തഖീം വിശാലമായ രാജ്യമാർഗ്ഗമാണ് ഇസ്ലാമിൻ്റെത്. മുമ്പ് സലഫുകൾ കടന്നുപോയ, സഹാബത്ത് സഞ്ചരിച്ച, താബികൾ വെട്ടിത്തെറിച്ച ആ ഇസ്ലാമിൻ്റെ രാജമാർഗ്ഗം, അവിടെ യാതൊരു കൺഫ്യൂഷനും ഇല്ല അല്ലേ. നരകത്തിലേക്കുള്ള വഴിയോ, നരകത്തിലേക്കുള്ള വഴിക്കുള്ള ഒരു കൺഫ്യൂഷനും ഇല്ല. ആ തെറ്റിപ്പോണ 2 കൂട്ടരുണ്ട്. ഈ സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോണ 2 വിഭാഗമുണ്ട്. ഒന്നാരാണ്, ഒന്ന് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വഴി പഴച്ചു പോയ ആളുകൾ, അതാണ് ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞത്. 3 ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് സ്വീകരിക്കാതെ പോയ ആളുകൾ, അതാണ് അള്ളാഹുവിൻ്റെ ഗളബുണ്ടായ യഹൂദന്മാർ തന്നെ. ഇത് മനസ്സിലാക്കി പിന്നെ ഇത് സ്വീകരിക്കാതെ പോയ ആളുകൾ, മറ്റ് മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കാതെ തെറ്റിപ്പോയ ആളുകൾ. ഈ 2 കൂട്ടരും നീ ഒഴിവാണ്. ആ 2 ഇതിൽ പെടാതെ നോക്കിയാൽ മതി. ഇത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വളരെ വിശാലമായി നോക്കി, ഇതിൽ യാതൊരു ഇതുമില്ല. ഈ സ്വർഗത്തിലേക്ക് വഴിയിൽ കുറച്ച് അടങ്ങാറുണ്ടാവും, കുറച്ച് മുള്ളും പ്രയാസമൊക്കെ ഉണ്ടാവും. തെക്കുവയോട് കൂടി പോയാലേ മുള്ളു കുത്താതയിലെത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്, ആ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്താണ്, ഒന്നിങ്ങനത്തെ ശുബഹാത്തുകളും ഷഹവാത്തുകളുമാണ്. ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിൽ സത്യം, ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ സംശയം ഉണ്ടാകുക, പടച്ചുണ്ടോ ഇല്ലേ, നബിയൊക്കെ സത്യമാണോ, മരണത്തിന് ശേഷം ജീവിതമുണ്ടോ, ഇതിലൊക്കെയുള്ള സംശയമാണ് ഒരാളതിന് തെറ്റിക്കുന്നത്. അതാണ് ശുബഹാത്ത്, സംശയം ഉണ്ടാകുക. ഷഹവാത്ത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ദേഹേച്ഛ, അതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ തെറ്റുകൾക്ക് അടിമപ്പെട്ടു പോവുക, വ്യഭിചാരം ചെയ്തു പോവുക, സാമ്പത്തികമായ അച്ചടക്കല്ലാതെ പലിശ വാങ്ങി അങ്ങനെ ആൾക്കാരെ പറ്റിച്ച്, അതൊക്കെ അതൊക്കെ നമ്മൾ ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പെട്ടുപോണതാണ്. ഇതൊന്നും നമ്മൾ വിചാരിച്ച് ചെയ്യണമല്ല. നമ്മൾ മീറ്റിംഗ് രഹസ്യമായി തീരുമാനിച്ച് കുറേ ആൾക്കാരെ പറ്റിക്കണം വിചാരിച്ചിട്ടല്ല പല ആൾക്കാരും എത്തിപ്പെടുന്നത്, ആണ് പെട്ടുപോവുകയാണ്. അപ്പോൾ അതിലൊന്നും പെടാതെ ഷഹബാത്തിൽ നിന്ന് ശുബഹാത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോയാലേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് റമദാനിൽ സാധിച്ചിരുന്നു, നമ്മൾ ഒരു തെറ്റുക്കും പോയിട്ടില്ല അല്ലേ. നമ്മൾ നല്ലോണം ഖുർആൻ ഓതി, നമ്മൾ കുറേ സുന്നത്തുകൾക്ക് കുറച്ച് മുൻഗണനയൊക്കെ നൽകി അല്ലേ. ഫർളിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ല സ്ട്രിക്റ്റായി വീഴ്ച വരുത്താതിരുന്നു, സുന്നത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകി. ഖുർആൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കുറച്ചധികം ഓതി. പക്ഷെ അതൊക്കെ വിട്ടുകളഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ബാക്കി ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിചാരിച്ചാൽ കഴിയും. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നമ്മൾ നല്ലൊരു തീരുമാനം എടുത്ത് പടച്ചോനിൽ തവക്കൽ ചെയ്താൽ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ, ഒരു ചാണുങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹ് ഒരു മുഴം കട്ടെടുക്കുന്നവർ, അള്ളാഹിലേക്ക് നമ്മളങ്ങോട്ട് നടന്ന അള്ളങ്ങോട്ട് മണ്ടുന്ന പറഞ്ഞു. അങ്ങനെയാണ് പഠിച്ചോ. പക്ഷെ നമ്മളങ്ങോട്ട് എന്ത് ചെയ്യണം, നമ്മളങ്ങോട്ട് ഒരു മുഴം ഒരു ചാൺ വെക്കണ്ടേ, എന്നാലേ ഒരു മുഴം കെട്ട് വെക്കുള്ളൂ. നമ്മളൊന്ന് നടന്നാലല്ലേ പടച്ചോ അങ്ങോട്ട് മണ്ടിയരുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. എന്തിന് കാണിക്കാതിരിക്കണം? ഈ സകല അനുഗ്രഹങ്ങളും തന്നത് അള്ളാഹുവാണ് അല്ലേ. ഈ കണ്ണും ഈ ചെവിയും ഈ ഹൃദയവും ഈ കോടിക്കണക്കിന് ഉറുപ്യ വില മതിക്കുന്ന ഈ അവയവങ്ങൾ മുഴുവനും
അള്ളാഹു നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഈ ജീവിതം, വായു, വെള്ളം, വെളിച്ചം, ജീവിക്കാനാവശ്യമായ സകല സൗകര്യങ്ങൾ, അതിനപ്പുറത്ത് ഹിദായത്ത് എന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹം അല്ലേ? അള്ളാഹു തൗഹീദ്, വഴി പിഴച്ചവരായിരുന്നു നമ്മളെ കൃത്യമായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് വഴി കാണിച്ചു തന്നില്ലേ? ഇതിലൊന്ന് അടിയുറച്ച് മരണം വരെ നിൽക്കാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിച്ച് അതിനു വേണ്ടി പണിയെടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അത് ചെയ്താൽ പടച്ചോ നമ്മളെ സഹായിക്കും. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നിങ്ങൾ തീരുമാനിച്ചുറച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന തീരുമാനിച്ച് വരമേൽപ്പിച്ച് പോയാൽ പടച്ചോ സഹായിക്കും. അങ്ങനെയാണ് അള്ളാൻ്റെ നടപടിക്രമം. അള്ളാൻ്റെ നടപടിക്രമം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വരെ വഅ്ബുദ് റബ്ബക ഹത്താ യഅ്തിയകൽ യഖീൻ, യഖീനായ മരണം വരുന്നത് വരെ അള്ളാനെ ആരാധിച്ച് അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം. അതാണ് പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്നത്. ഇതിനൊരു ഒഴിവുമില്ല. റമളാൻ കഴിഞ്ഞാലും എന്ത് ചെയ്യണം? പൂർവാധികം ശക്തിയോടെ ആ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശക്തമായി മുന്നോട്ട് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും ഇബാദത്തുകളെല്ലാം, നിസ്കാരം, നോമ്പും ഖുർആനോത്തും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അടുത്ത റമളാനിലേക്കും കൂടുതൽ റമളാനുകളിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഓരോ റമളാനിലും കൂടുതൽ, കഴിഞ്ഞ റമളാനിനേക്കാൾ കൂടുതൽ പുണ്യം ചെയ്തുകൊണ്ട് കൂടുതൽ റമളാനിലേക്ക് പോയി ഏറ്റവും നല്ല ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, ഈ ലോകത്തിൽ യാത്ര പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.